ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. കർമ്മയോഗ ശ്ലോക സംഗ്രഹത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിനെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെയും പ്രധാനമായിട്ടുള്ള ഐഡിയ ലാസ്റ്റ് സെൻറ്റൻസിലാണ്. സ ശാന്തിം അധിഗച്ഛതി. കഴിഞ്ഞ തവണ ഒന്നാമത്തേൽ പദം ഗച്ഛന്തി അനാമയം. ആ അനാമയമായിരിക്കുന്ന പദത്തിലേക്ക് നമ്മളുടെ ലഗേജ് ഒന്നും കൊണ്ട് കയറാൻ പറ്റില്ല. എന്താ നമ്മുടെ ലഗേജ്? കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ, സംഘം, മമത, അല്ലേ? ഒരുപാട് ലഗേജ് ഉണ്ട്. ഹിമാലയത്തിലേക്ക് കയറുമ്പോൾ ഓരോ സ്റ്റേജിലും അവർ ഓരോരോ ആവശ്യമില്ലാത്തതിൽ ഉപേക്ഷിച്ചിട്ടാണ് പോവുക. അതേമാതിരി ഈ അനാമയമായിരിക്കുന്ന ആ പദത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അനാവശ്യമായിരിക്കുന്ന പലതും ഉപേക്ഷിച്ച് കളയണം. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ആദ്യം പറയാൻ പോകുന്നത്. അങ്ങനെ അതിനെ ഉപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാ? ശാന്തി ഉണ്ടാകില്ല. ശാന്ത മനസ്സോട് കൂടിയിട്ടേ നമുക്ക് ആ അനാമയമായ പദത്തിനെ പറ്റി ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പം മനസ്സിനെ ശാന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ അവിടുന്ന് എടുത്ത് കളയേണ്ടത്? അതൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആവശ്യമില്ലാത്ത കുറേ ലഗേജുകൾ എടുത്ത് കളയണം. ഹിമാലയത്തിൽ കയറാൻ പോകുമ്പോൾ സൂട്ട് കേസൊന്നും കൊണ്ടാരും പോവില്ലല്ലോ. സൂട്ട് കേസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജിലൊക്കെ വേണമെങ്കിൽ, രണ്ടാമത്തെ ആകുമ്പോഴത്തേക്കും ഇത്തിരിയും കൂടി ഭാരം കുറഞ്ഞൊരു ബാഗ് ഉണ്ടാവും. മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഷോൾഡർ ബാഗൊക്കെ ഉണ്ടാവുള്ളൂ. അവസാനത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും എന്തായി? ഒന്നും ഉണ്ടാവില്ല. ആ മാസ്ക്, ഓക്സിജൻ മാസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊന്നും ഉണ്ടാവില്ല. അതേമാതിരി തന്നെയാണ് പടിയായിട്ട് നമുക്ക് ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് മനസ്സ് ചുമന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പല ഭാരങ്ങളെയും നമുക്ക് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ അങ്ങോട്ട് കിടക്കാൻ സാധിക്കില്ല. എന്തൊക്കെയാണ് കളയേണ്ടത്? സർവാൻ കാമാൻ വിഹായ. കാമം, ആഗ്രഹം. ആ മറ്റേ ഒരു ശ്ലോകത്തിൽ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുമല്ലോ അല്ലേ, ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷൂപജായതേ സംഘാത് സഞ്ജായതേ കാമം. അപ്പോൾ കാമം എന്ന് പറയുന്നത് എല്ലാ തുടക്കത്തെ സ്റ്റേജ്. കാമം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. ധ്യായതോ വിഷയാൻ, വിഷയവസ്തുക്കളെ, ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം കൊടുക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയിട്ടുള്ള ചിന്ത. വെറും ചിന്തയല്ല. ഇപ്പം എവിടെയും കണ്ട് വഴിയിൽ ഒരാളെ കണ്ടു, അത് പോയി, അങ്ങനെയല്ല. ഹേയ്, ആ വഴിയിൽ കണ്ട ആള് ആരായിരുന്നു? എനിക്ക് എന്തോ ഒരു പരിചയം തോന്നുന്നില്ലല്ലോ. സ്കൂളിൽ എന്തോ കൂടെ പഠിച്ചോ, കോളേജിൽ പഠിച്ചോ? അപ്പോൾ അവിടുത്തെ അനുഭവങ്ങളൊക്കെ ഓർമ്മ വരായി. ധ്യായതോ, അല്ലേ? വിചാരങ്ങളെ പെരുക്കി അതിനെപ്പറ്റി തന്നെ ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അത് കാമമായിട്ട് മാറുന്നത്. അപ്പോൾ അത് വേണമെന്ന് തോന്നായി, അതിനെ അനുഭവിക്കണമെന്ന് തോന്നായി. അങ്ങനെ കാമമായിട്ടത് മാറും. ശാന്തിക്ക് ഒരു ഗതിയില്ല, ശാന്തി കിട്ടില്ല. പിന്നെ മനസ്സിൽ കാമം കടന്ന് കളിക്കുമ്പോൾ ശാന്തി കിട്ടില്ല. അതുകൊണ്ട് സർവാൻ കാമാൻ, ഒന്നും പാടില്ല. അതിപ്പോൾ വേണമെങ്കിൽ പല രുചി ഭക്ഷണങ്ങളെ പറ്റിയായിരിക്കാം, പാട്ടുകളെ ചെവിയിൽ കൂടി ശബ്ദസ്പർശ രൂപ രസഗന്ധ, അതിലെ എല്ലാത്തിലെയും കൂടി ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറുന്നതായിട്ടുള്ള സെൻസേഷൻസ്, വിഷയ അനുഭവങ്ങൾ,
അതിനെയൊക്കെ പതുക്കെ 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 മാറ്റി നിർത്തേണ്ടി വരും. വിഹായ കാമാൻ യസ് സർവാൻ എന്നാ പറയണേ. ഒരെണ്ണം പോലും അവിടെ ഇരുന്നാൽ ശാന്തി കിട്ടില്ല. അതിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും മനസ്സിന്. പക്ഷെ അതിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിച്ചു എന്ന് വിചാരിക്കൂ. ആ മനുഷ്യൻ്റെ സ്ഥിതി എന്താ? പുമാൻ ശരതി നിസ്പൃഹ. യാതൊരു അല്ലലുമില്ല, യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളുമില്ല, യാതൊരു തരത്തിലുള്ള ആകാംക്ഷകളില്ല, യാതൊരു തരത്തിലുള്ള ശാന്തികളില്ല, മോഹങ്ങളില്ല, വ്യാമോഹങ്ങളില്ല, ആകാംക്ഷകളില്ല. അങ്ങനെ നിസ്പൃഹ, യാതൊന്നിലും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെയായിട്ട് തീരും. അപ്പോൾ തന്നെ എൻ്റെ അതൊക്കെ തപസ്സിൻ്റെ ഭാഗങ്ങളാണ്. അങ്ങനെ ആ ആഗ്രഹങ്ങൾ പോകുന്നതോട് കൂടിയിട്ട് നിർമ്മമോ, എല്ലാ തരത്തിലുള്ള മമത വിട്ടുപോകും. അറ്റാച്ച്മെൻ്റ് എന്ന് പറയില്ലേ, അതെനിക്ക് വേണം, അത് എൻ്റേതാണ്, എനിക്ക് അനുഭവിക്കണം, അതിൽ നിന്ന് എനിക്ക് സുഖം കിട്ടണം, അതിൽ നിന്ന് എനിക്ക് ആനന്ദം ലഭിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്നിനോടും കാണിക്കുന്നതായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നിർമ്മമോ. അപ്പോൾ അത് നശിക്കുന്നതോടുകൂടി എന്തായി? ഞാനെന്ന ഭാവവും നശിക്കും. എനിക്കെന്നല്ലേ തുടങ്ങണത് തന്നെ. ഞാനത് അനുഭവിക്കണം. ഞാൻ ഇന്ന മാതിരിയാണ്, അതുകൊണ്ട് എനിക്ക് അസുഖം വേണം. ഞാൻ ഡയറക്ടറാണ്, അതുകൊണ്ട് എൻ്റെ റൂം എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ഞാൻ മന്ത്രിയാണ്, അതുകൊണ്ട് എൻ്റെ കാറ് വില പിടിച്ച കാറായിരിക്കണം. ഞാൻ സാധാരണ ഹോട്ടലിലൊന്നും പോയി താമസിക്കില്ല, എനിക്ക് നല്ല 5 സ്റ്റാർ 7 സ്റ്റാറൊക്കെ ഹോട്ടൽ വേണമല്ലേ. ഇങ്ങനെ എന്തെല്ലാം തരത്തിലാണ് ഞാൻ എന്നതിൻ്റെ ഭാവം കാണുക. എൻ്റെ ഭഗവാനെ, ഈ ഒരു ശ്ലോകത്തിൽ ഒതുക്കി വെച്ചിരിക്കുന്ന അർത്ഥവ്യാപ്തി കാണുന്നുണ്ടോ നമ്മൾ? വിഹായ കാമാൻ യസ് സർവാൻ. ഈ മേൽ പറഞ്ഞതെല്ലാം നിസ്പൃഹോ നിർമ്മമോ നിരഹങ്കാര, ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? വിഹായ കാമാൻ യസ് സർവാൻ. ആദ്യത്തെ സ്റ്റാൻസറിൽ അതിൻ്റെ മെത്തേഡോളജി പറഞ്ഞു. ഒടുക്കത്തെ സ്റ്റാൻസയിലാണ് അതിൻ്റെ ഫലം കിട്ടുക. ശാന്തി മധികച്ചത്. ശാസ്ത്രങ്ങളിൽ പറയുക, കാറ്റില്ലാത്ത ദിക്കിലിരിക്കുന്ന ദീപശിഖ പോലെ. ഒരു ദീപശിഖ കാറ്റിൽ എപ്പോഴും എത്ര ചെറിയ കാറ്റായിരിക്കും, നമുക്കൊന്നും ഫീൽ ചെയ്യുന്നേ ഉണ്ടാവില്ല. പക്ഷെ ആ ദീപത്തിനറിയാം, ദീപശിഖയ്ക്ക് അറിയാം, അതിങ്ങനെ കാറ്റിൽ വളഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ യാതൊരു തരത്തിലുള്ള ഒലച്ചിലും ഇല്ലാതെ ദീപശിഖ പോലെ, അതൊക്കെ പല പ്രാവശ്യം പിന്നീട് പറയും പല ദിക്കിലും. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു മനസ്സിലാണ് ശാന്തി വരിക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലുള്ള നമ്മുടെ തപസ്സിൻ്റെ വിവരങ്ങളാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് കിട്ടുന്നത്. ആദ്യത്തിൽ ഗച്ഛന്തി അനാമയം, അനാമയമായിട്ടുള്ള ശാന്തിയിലേക്ക് പോകാനായിട്ടുള്ളത് ശാന്തി വേണം. മനസ്സിന് ശാന്തിയില്ലാതെ എനിക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല, അതൊക്കെ പറയുന്നത് വെറുതെയാണ്. അതുകൊണ്ട് ആദ്യത്തെ എന്താ പതഞ്ജലി നമ്മെ പഠിപ്പിക്കുന്നത്? ചിത്തവൃത്തി നിരോധ. ആ ഗേറ്റിയെ കൂടെ കടന്നിട്ടല്ലാതെ ശാന്തി എന്നുള്ള ബിൽഡിങ്ങൊക്കെ നമുക്ക് കെട്ടാൻ സാധിക്കില്ല. ശാന്തി എന്നുള്ള ആ രമ്യ ഹർമ്മ്യത്തിലേക്ക് നമുക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കളഞ്ഞേ തീരും.